ഓം ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസത്തിൽ വാതപിത്ത കഫ കോപ കാരണങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇവയുടെ കോപലക്ഷണവും ചികിത്സയുമാണ്. ആദ്യം തന്നെ പറയാൻ പോകുന്നത് വാതകോപലക്ഷണത്തെയാണ്. കണ്ണ്, ശിരസ്, നെഞ്ച്, ചെവി, ഹൃദയം, പിടലി, പിൻകഴുത്ത്, കണ്ഠം എന്നിവിടങ്ങളിൽ രാത്രിയിൽ വലിയ വേദനയും പകൽ കാരണം കൂടാതെ വേദനക്കുറവും, കൈ, കണങ്കാൽ ഇവ അനക്കാൻ പാടില്ലായ്കയും കോച്ചുകയും, അരക്കെട്ട്, യകൃത്ത് അതായത് കരള്, ക്ലോമം ശ്വാസനാളം, പ്ലീഹ എന്ന സ്പ്ലീന്, മുതുക്, വയറ്, വക്ഷസ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ്, കക്ഷപ്രദേശം, നാഭി, വസ്തി സ്ഥാനങ്ങൾ, പൃഷ്ഠാസ്ഥി, അപാനം, 2 വാരിപ്പുറങ്ങൾ, മുഖം എന്നീ സ്ഥലങ്ങളിൽ വേദനയും രുചിയില്ലായ്മയും മലബന്ധവും ശരീരം മെലിച്ചിലും രാത്രിയിൽ ഉറക്കമില്ലായ്കയും തൊലിയിൽ പരുപരുപ്പും മുതലായ ലക്ഷണങ്ങൾ വാതകോപലക്ഷണങ്ങളായിട്ട് കാണുന്നു. വൈദ്യശാസ്ത്ര ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയത്തിൽ കുറച്ചുകൂടി അധികം പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് നോക്കാം. ശരീരസന്ധികൾക്കു അയവ്, മാംസപേശികൾക്ക് വികാസം, ശക്തിയായ വേദന, തരിപ്പ്, ക്ഷീണം അല്ലെങ്കിൽ തളർച്ച, കുത്തുന്നതുപോലെയുള്ള വേദന, പിളർക്കുന്നതുപോലെയുള്ള വേദന, മലബന്ധം അല്ലെങ്കിൽ തടസ്സം, അവയവ വൈകല്യം, പേശീ സങ്കോചം, വിറയൽ, വെള്ളദാഹം, അവയവങ്ങൾക്ക് മാർദ്ദവമില്ലായ്മ, ശരീരകാർശ്യം, മാംസളമായ ഭാഗങ്ങൾ തുടിക്കുക, എപ്പോഴും ചവർപ്പ് രസം വായിൽ അനുഭവപ്പെടുകയും കരിവാളിപ്പോ അഥവാ ചുവന്ന വർണ്ണമോ ഉണ്ടാവുക എന്നീ ലക്ഷണങ്ങൾ അഷ്ടാംഗഹൃദയത്തിൽ പറയുന്നുണ്ട്. ഇനി പിത്തകോപ ലക്ഷണം നോക്കാം. ഭ്രമവും മദവും മുഖശോഷണവും വിയർപ്പും ചൂടും മൂർച്ഛയും മുഖം, കണ്ണ്, നഖം, തൊലി, മൂത്രം, മലം ഇവയ്ക്ക് മഞ്ഞ നിറവും പിച്ചു പറയുകയും അതിസാരവും അരുചിയും ജ്വരവും തണ്ണീർദാഹവും തണുപ്പിൽ അധികമായ ആഗ്രഹവും ലക്ഷണങ്ങളായിട്ട് കാണുന്നു. ഇനി അഷ്ടാംഗഹൃദയത്തിൽ പറയുന്ന ലക്ഷണങ്ങളോട് നോക്കാം. ചുട്ടുനീറ്റൽ, ചുവപ്പ് വർണ്ണം, അത്യധികമായി ചൂട്, വിയർപ്പ് അധികമായിട്ട് സ്രവിക്കുക, മാംസപേശികൾക്ക് ചീച്ചിലിനെ ഉണ്ടാക്കുക, തളർച്ച, മയക്കം, ബുദ്ധിഭ്രമം, എരിവും പുളിയും അനുഭവപ്പെടുക, വെളുപ്പും ചുവപ്പും ഒഴിച്ചുള്ള വർണ്ണങ്ങൾ ഉണ്ടാകുക എന്നീ ലക്ഷണങ്ങൾ കാണാം. അടുത്തത് കോപലക്ഷണങ്ങളെ നോക്കാം. ശരീരത്തിന് ഘനം തോന്നുകയും ജഠരാഗ്നിക്ക് ദഹന സാമർഥ്യവും ഇല്ലാതാവുകയും നെഞ്ചുകലിപ്പും വായിൽ കൂടി വെള്ളം വരുകയും വായു മധുരിക്കുകയും അകാരണമായി ദേഹത്തിൽ ചൊറിച്ചിലുണ്ടാവുകയും കണ്ണിൽ രക്തമയമില്ലായ്കയും അധികമായ രോമാഞ്ചവും ബുദ്ധിമാന്ദ്യവും ഛർദിയും പീനസവും കാസവും ഉറക്കവും മടി മുതലായവയും, ചുണ്ട്, കഴുത്ത്, നാവ്, പല്ലിൻ്റെ ഊന്, ഉള്ളങ്കൈ, മൂക്ക്, കണ്ണ്, ചെവിയുടെ അകത്തെ തട്ട് എന്നീ സ്ഥലങ്ങളിൽ ചുളുചുള കുത്തുന്നത് പോലെയുള്ള വലിയ വേദന ഉണ്ടാവുകയും ചെയ്യുന്നത് കഫകോപത്തിനുള്ള ലക്ഷണങ്ങളാണ്. ഇനി അഷ്ടാംഗഹൃദയത്തിൽ പറയുന്നതുകൂടി നോക്കാം. സ്നിഗ്ധത, ശരീരകാഠിന്യം, ചൊറിച്ചിൽ, ശരീരത്തിന് തണുപ്പ് അനുഭവപ്പെടുക, ഭാരം തോന്നുക, സ്രോതസ്സുകളുടെ അന്തർഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുന്നത് പോലെയുള്ള തോന്നലും തടസ്സവും അനുഭവപ്പെടുക, നിശ്ചലത, നീരുണ്ടാകുക, അഗ്നിമാന്ദ്യമുണ്ടാവുക, ഉറക്കം കൂടുതലാകുക, വെളുത്ത നിറം, ചിരകാരിയായ സ്വാദുലവണങ്ങൾ അതായത് സ്ഥിരമായി വായിൽ അനുഭവപ്പെടുന്ന മധുരവും ഉപ്പുരസവും എന്നീ ലക്ഷണങ്ങൾ കാണാം. ഇത്രയുമാണ് കോപലക്ഷണങ്ങൾ. ഇനി ഇവയുടെ ചികിത്സയാണ് പറയാൻ പോകുന്നത്. വാതകോപ ശമന ചികിത്സ എന്താണെന്ന് നോക്കാം. എണ്ണ തേപ്പ്, വസ്തി, കുളിയോ ദേഹം നനയ്ക്കുന്നതോ എണ്ണ കൊണ്ടല്ലാതെയുള്ള വസ്തി വയ്ക്കൽ നിരൂഹം എന്ന് പറയുന്നു. അത് തന്നെയാണ് കഷായ വസ്തി എന്ന് പറയുന്നത്. ശരീരബലത്തിന് മാത്രം ഉപയോഗിക്കുന്ന വിധത്തിൽ ഗുരുത്വം കുറഞ്ഞ മാംസരസത്തോടു കൂടിയ ഭക്ഷണം ഇവ വാതകോപത്തെ ശമിപ്പിക്കുന്നതാകുന്നു. അഷ്ടാംഗഹൃദയത്തിൽ ഇത് കുറച്ച് കൂടുതലായിട്ട് തന്നെ പറയുന്നുണ്ട്. അതൊന്ന് നോക്കാം.
ദോഷങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വാതമാണ്. വാതം, പിത്തം, കഫം ഈ ക്രമത്തിലാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ വാതത്തിൻ്റെ ചികിത്സ തന്നെയാണ് പറയുന്നത്. സ്നേഹനം, സ്വേദനം, മൃദുവായ സംശോധനം, സാധു അമ്ല ലവണ രസപ്രധാനങ്ങളും ചൂടുള്ളതുമായ ആഹാരാദികൾ, അഭ്യംഗം, മർദ്ദനം, വേഷ്ടനം, ത്രാസനം, സേകം, പിഷ്ടമദ്യം, ഗൗഡമദ്യം, സ്നിഗ്ധോഷ്ണങ്ങളായ വസ്തുപ്രയോഗങ്ങൾ ഇവയെല്ലാം തന്നെ ചികിത്സയായിട്ട് പറയാം. പിന്നെ നല്ല പുഷ്ടിയുള്ള ജന്തുക്കളുടെ മാംസം, മാംസരസം, തൈലം, സ്നേഹവസ്തി ഇവയും പറയാം. ഇവിടെ അഭ്യംഗം പറഞ്ഞത്, അഭ്യംഗം ചെയ്യുന്നത് വാതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ചികിത്സയാണെന്ന് തന്നെ പറയാം. പിന്നെ വേഷ്ടനം, അതായത് കെട്ടുന്നത്, വാതരോഗങ്ങളിൽ പല ഘട്ടങ്ങളിലും വേഷ്ടനത്തിൻ്റെ ആവശ്യം പറയുന്നുണ്ട്. മാംസപേശികൾ ഉരുണ്ട് കയറുന്ന അവസരങ്ങളിൽ വേഷ്ടനമാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആന്ത്രവൃദ്ധിയിൽ ഹെർണിയ, അതിൽ ആധുനികർ ഹെർണിയ ബെൽറ്റ് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്, അതും വേഷ്ടനമാണ്. പിന്നെ ഗർഭാശയം പൂർവ്വസ്ഥിതിയിൽ വരുന്നതിനായിട്ട് അവിടെയും വേഷ്ടനം പറയുന്നുണ്ട്. ത്രാസനം എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ എക്കിൾ എന്ന രോഗത്തിൽ നമ്മൾ ത്രാസനം ചെയ്യാനാണ് പറയുന്നത്. സേകം, അതായത് ധാര, വാതത്തിന് ഏറ്റവും പ്രധാനമായ ഒരു ചികിത്സയാണ്. അതായത് സ്നേഹധാര, തക്രധാര, ക്ഷീരധാര, പിന്നെ കഷായം കൊണ്ടുള്ള ധാര എന്നിങ്ങനെ അനേകം ധാരകൾ വാതരോഗത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാംസരസം മരുന്നുകളുടെ കൂടത്തിൽ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ തനിയെ മാംസരസം തന്നെ മാത്രമായിട്ട് ഉപയോഗിക്കാനും പറയുന്നുണ്ട്, അതും വാതശമനമാണ്. അങ്ങനെ മാംസം, മാംസരസം, തൈലം, സ്നേഹവസ്തി എന്നിവയെല്ലാം വാതത്തിൻ്റെ വിശിഷ്ട ചികിത്സയായിട്ടും പറയുന്നു. അടുത്തതായിട്ട് പിത്ത ചികിത്സ നോക്കാം. മുന്തിരിങ്ങ, ത്രിഫല, ത്രികോൽപ്പക്കൊന്ന ഇവ കൊണ്ടുള്ള വിരേചനവും രക്തമോക്ഷവും, നെയ്യ്, പാല്, പഞ്ചസാര, മധുരദ്രവ്യങ്ങൾ എന്നിവയും പിത്തകോപം ശമിപ്പിക്കുന്നതിന് പ്രധാനമാണ്. പിത്തത്തിന് പറയുന്നത്, പിത്തത്തിന് ഘൃതപാനം, അതായത് നെയ്സേവയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നു. സ്വാദുരസവും ശീതവീര്യവുമായ ഔഷധങ്ങളെ കൊണ്ടുള്ള വിരേചനം, സ്വാദുതിക്ത കഷായ രസപ്രധാനങ്ങളായ ആഹാരങ്ങൾ, ഔഷധങ്ങൾ, ഹൃദ്യങ്ങളും ശീതങ്ങളുമായ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ സുഗന്ധങ്ങളുള്ള ഹാരങ്ങൾ, രത്നങ്ങൾ ഇവയെല്ലാം ധരിക്കുന്നതും, കർപ്പൂരം, ചന്ദനം, രാമച്ചം ഇവയെല്ലാം അരച്ച് ലേപനം ചെയ്യുന്നതും വളരെ പ്രധാനമാണ്. പിത്തത്തിൻ്റെ ശ്രേഷ്ഠമായ ശമനദ്രവ്യം എന്ന് പറയുന്നത് ഘൃതമാണ്. ഇവിടെ പറഞ്ഞ ത്രികോൽപ്പക്കെന്ന പ്രധാന വിരേചന ദ്രവ്യമാണ്. ദ്രാക്ഷ, മുന്തിരിങ്ങ വളരെ മൃദുവായതും മധുര രസപ്രധാനവും ശീതവുമാണ്. പിത്തത്തിൽ അതുപോലെ രത്നങ്ങൾ, മന്ത്രസഹിതമായ ഔഷധങ്ങൾ മുതലായവ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ രോഗസമയത്ത് ശീതവീര്യപ്രധാനങ്ങളും ഹിമസ്പർശങ്ങളുമായ എല്ലാത്തരം ലേപനങ്ങളും പിത്തശമനമായിട്ടുള്ളതാണ് പറയുന്നത്. അടുത്തതായിട്ട് കോപശമന ചികിത്സ നോക്കാം. ഉപവാസം, വമനം, യവ അന്നഭക്ഷണം, ശിരോവിരേകം എന്ന് പറഞ്ഞാൽ നസ്യമാണ്, കട്ഫലാദികൾ, കമ്പളം, ഉഷ്ണജലം ഇവ കഫകോപത്തെ ശമിപ്പിക്കുന്നു. അഷ്ടാകൃതത്തിൽ പറയുന്നത് കൂടി നോക്കാം. കഫത്തിന് ഏറ്റവും തീക്ഷ്ണങ്ങളായ ഔഷധങ്ങളെ കൊണ്ടുള്ള വമനവും വിരേചനവും തീക്ഷ്ണോഷ്ണ രൂക്ഷ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതും കടുതിക്ത കഷായ രസങ്ങളോട് കൂടിയതുമായ ആഹാരവും വളരെ കാലം പഴകിയ മദ്യവും ഹിതമാണ്. വമനം എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കൽ, വിരേചനം എന്ന് പറഞ്ഞാൽ വയറിളക്കുന്നത്. പിന്നെ കബളം, ഗണ്ടൂഷം എന്ന് പറയുന്നുണ്ട്. കബളം, ഗണ്ടൂഷം രണ്ടും അല്പം വ്യത്യാസമേ ഉള്ളൂ. കഷായം, സ്നേഹം മുതലായവ വായിൽ കൊണ്ട് നിർത്തുന്നതിനെയാണ് ഗണ്ടൂഷം എന്ന് പറയുന്നത്. അതായത് വായിൽ നിറച്ച് പിടിക്കുമ്പോൾ, ഇത് കഷായമോ സ്നേഹമോ ഒക്കെ വായിൽ നിറച്ച് പിടിക്കുമ്പോൾ കുലുക്കാൻ കഴിയാത്ത വിധം ആകുന്നത് ഗണ്ടൂഷം. അത് ഇങ്ങനെ കുലുക്കാവുന്ന വിധത്തിൽ വരുന്നത് കബളം എന്ന് പറയും. കഫത്തിൻ്റെ അഗ്രമായ ശോധന ഔഷധം എന്ന് പറയുന്നത് വമനം, അതായത് ഛർദ്ദിപ്പിക്കൽ. ശമന ഔഷധം എന്ന് പറയുന്നത് തേനുമാണ്. ഇത്രയുമാണ് ഇന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.